സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ we are talking about ഇൻഡെക്സിങ് അല്ലേ. ഇൻഡെക്സിങ്ങിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇൻഡെക്സിങ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡെക്സിങ് വരെയാണ് നമ്മൾ എത്തിയത് അല്ലേ. We have studied indexing head, two types of indexing head which is used for doing completing the indexing. Indexing എന്ന് പറഞ്ഞ particular method അല്ലെങ്കിൽ the dividing the periphery of the workpiece into any number of equal parts എന്നുള്ളതാണ് നമ്മൾ ഇൻഡെക്സിങ് പറയുന്നത്. ആ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്ന പെർട്ടിക്കുലർ ഡിവൈസിനെയാണ് നമ്മൾ പ്ലെയിൻ സിമ്പിൾ ഡിവൈഡിങ് ഹെഡ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡിവൈഡിങ് ഹെഡ് എന്ന് പറഞ്ഞ രണ്ട് രീതിയിലുള്ള ഇൻഡെക്സിങ് ഹെഡ് ആയിട്ട് നമ്മൾ പഠിച്ചു. സോ ഐ തിങ്ക് ഇറ്റ്സ് പ്രിറ്റി ക്ലിയർ ദാറ്റ് പ്ലെയിൻ ഓർ സിമ്പിൾ ഡിവൈഡിങ് ഹെഡ് എന്ന് പറയുന്നതും യൂണിവേഴ്സൽ ഡിവൈഡിങ് ഹെഡ് എന്ന് പറയുന്നതും തമ്മിൽ there are difference. ആ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണ്. ഓക്കെ, difference by using for using a small number of divisions അല്ലെ. അത്യാവശ്യം ഒരു പെരിഫറിയിൽ നമ്മൾ കുറച്ച് നമ്പർ ഓഫ് ഡിവിഷൻസ് മാത്രം ഡിവൈഡ് ചെയ്യണം, ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൺസിഡർ എ സിലിണ്ടർ. ഓക്കെ, സിലിണ്ടറിന്റെ പാർട്ട് എടുക്കുക. ഓക്കെ, then you need or a circle, just as take a circular part or workpiece. Okay, if you want it divided into exactly 2 or 4, you can use simple dividing head. Even up to 12 divisions you can use simple dividing head. Okay, equal ആയിട്ടുള്ള പാർട്സ് ആയിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് universal dividing head where a continuous rotary motion to the workpiece for milling helical grooves are being given. Okay, so ആ ഒരു പർപ്പസസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ശരിക്കും യൂണിവേഴ്സൽ ഡിവൈഡിങ് ഹെഡ് ആണ്. സോ യൂണിവേഴ്സൽ ഡിവൈഡിങ് ഹെഡിൻ്റെ സെറ്റപ്പ് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. By using universal dividing head we can perform indexing, even simple indexing and other indexings. Okay, so അത് ആലോചിക്കേണ്ട ഒരു പോയിന്റ് ആണ്. പ്ലെയിൻ ഓർ സിമ്പിൾ ഡിവൈഡിങ് ഹെഡും യൂണിവേഴ്സൽ ഡിവൈഡിങ് ഹെഡും ഒരു ഡിവൈസ് മാത്രമാണ്. ബൈ യൂസിങ് ദീസ് ഡിവൈസസ് വി ക്യാൻ പെർഫോം പ്ലെയിൻ ഓർ സിമ്പിൾ ഇൻഡെക്സിങ്, റാപ്പിഡ് ഇൻഡെക്സിങ്, compound indexing and differential indexing. Okay, right now plain or simple indexing അല്ലെങ്കിൽ direct indexing, compound indexing, differential indexing എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ഓക്കെ, യു നോ ദാറ്റ് ഇൻഡെക്സ് ക്രാങ്ക് മൂവ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ ഹാൻഡിലിൻ്റെ മൂവ്മെന്റ് അല്ലേ, എൻ്റെ ഇൻഡെക്സ് ക്രാങ്ക് മൂവ്മെന്റ് ആണ്. നമ്മൾ ഇപ്പോൾ ഒരു റിക്വയർഡ് നമ്പർ ഓഫ് വർക്ക് പീസ്, നമ്പർ ഓഫ് ഡിവിഷൻസിന് നമ്മൾ n എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ഐ ടോൾഡ് യു ദാറ്റ് ദർ വിൽ ബി എ 40 അല്ലേ. 40 എന്ന് പറയുന്ന പർട്ടിക്കുലർ ടീത്ത്, വേം വീലിൽ 40 ടീത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. വേം വീലിൽ വേം സിംഗിൾ ത്രെഡ് വേറെ, വേം വീല് വേറെ അല്ലേ. ഹോപ്പ് യു നോ ദാറ്റ് അല്ലേ. ഇൻഡെക്സ് ഹെഡ് ഉണ്ട്, ഇൻഡെക്സ് അതായത് ഇൻഡെക്സിങ് ക്രാങ്ക് ഉണ്ട്. ഇൻഡെക്സിങ് ക്രാങ്കിന്റെ മൂവ്മെന്റ്, യു ഹാവ് എ സെക്ടർ ആം, യു ഹാവ് എ ഇൻഡെക്സ് പിൻ, യു ഹാവ് ഇൻഡെക്സ് പ്ലേറ്റ് അല്ലേ. ഇൻഡെക്സ് പ്ലേറ്റിന് മേലെ കുറേ ഹോൾസ് ഉണ്ട്. ആ ഹോൾസിൽ നമുക്ക് പിന്ന് ചെയ്ത് വെക്കാൻ പാകത്തിന് ഇൻഡെക്സിങ് പിൻസ് ഉണ്ട്. ദെൻ യു ഹാവ് എ സെക്ടർ ആം ടു അവോയ്ഡ് നമ്പറിങ് അല്ലെങ്കിൽ ജസ്റ്റ് കൗണ്ടിങ് ദ നമ്പർ ഓഫ് ഹോൾസ്. Then you have a handle that is called index crank അല്ലേ. You remember this അല്ലേ. ഇതിനെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്, ഈ ഒരു പർട്ടിക്കുലർ സാധനത്തിനെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്, റൈറ്റ്. Then you have a shaft where a worm shaft where a single threaded worm is there, right. You can see this single threaded worm is there. Then we have a 40 teeth worm wheel. Actually this teeth will be having this worm wheel will be having 40 teeth. Okay,
അത് directly to the center where workpiece is directly connected to spindle, and where it goes to the center where we keep our workpieces. Okay. സോ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് പ്ലെയിൻ ഓർ സിമ്പിൾ ഇൻഡെക്സിങ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് അല്ലേ. പ്ലെയിൻ ഓർ സിമ്പിൾ ഇൻഡെക്സിങ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫറെൻറ്റ് ഇൻഡെക്സിങ് പ്ലേറ്റ്സ് ഉപയോഗിച്ച് ചെയ്യുന്നത് അല്ലേ. വേരിയിങ് നമ്പർ ഓഫ് ഹോൾസ് ആർ യൂസ് ടു ഇൻക്രീസ് റേഞ്ച് ഓഫ് ഇൻഡെക്സിങ്. നമുക്ക് പല ഇൻഡെക്സിങ് പ്ലേറ്റ്സ് ഉപയോഗിച്ച്, അതായത് ഇപ്പോൾ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സാധനമാണെങ്കിൽ ദ ഇൻഡെക്സ് ഈസ് ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് ഒരു പിന്ന് അല്ലെങ്കിൽ ലോക്ക് പിൻ ഉപയോഗിച്ച് നമ്മൾ ലോക്ക് ചെയ്യും, ഫിക്സ് ചെയ്യും. ദെൻ ദ സ്പിൻഡിൽ ഈസ് ദെൻ റൊട്ടേറ്റഡ് ബൈ റൊട്ടേറ്റിംഗ് ദ ഹാൻഡിൽ അല്ലേ, ജസ്റ്റ് വിച്ച് ഈസ് കീ ടു ദ ബൂം ഷാഫ്റ്റ്. അത് ജസ്റ്റ് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ മൂവ് ചെയ്യുന്നു, അത് എത്ര കട്ട് ചെയ്യാൻ സാധിക്കുന്നു നമുക്ക് പറയാം. ദാറ്റ്സ് കോൾഡ് സിമ്പിൾ ഇൻഡെക്സിങ്, റൈറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഗിയർ ഉണ്ട്. ആ ഗിയറിൻ്റെ മേലെ നമുക്ക് ഒരു സേറ്റ് 24 or something അല്ലേ, 24, 26 വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, 24, 26, 28 എത്രയായാലും അപ്പം നമുക്ക് എന്താ പറയുക, ടി ഈസ് ഈക്വൽ ടു 40/28 എന്ന് എടുക്കും. ഓക്കെ, ടി ഈസ് ഈക്വൽ ടു 40/28. ഇപ്പോൾ 26 ആണെങ്കിൽ 40/26. എത്രയാണോ എത്ര ടീത്താണോ കട്ട് ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ട് ടി ഈസ് ഈക്വൽ ടു, അതായത് റൊട്ടേഷൻ, ടി എന്ന് പറയുന്നത് റൊട്ടേഷൻ ആണ്. ഓക്കെ, ടി ഗീവ്സ് നമ്പർ ഓഫ് ടേൺസ് or parts on a turn, okay, through which index crank must be rotated. Okay, index crank എത്ര റൊട്ടേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ടി എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ, ടി ഈസ് ഈക്വൽ ടു 40/n. അപ്പം ഈ 40/n-ൽ n എന്ന് പറയുന്നത് നമുക്ക് എത്ര ടീത്താണ് ഈ ബ്ലാങ്കിൽ കട്ട് ചെയ്യേണ്ടത്. സോ n ഈസ് ദ നമ്പർ ഓഫ് ഡിവിഷൻസ് റിക്വയർഡ് ഓൺ ദ ജോബ് വെരിഫൈഡ്. ഓക്കെ, so to cut a particular amount of teeth, right, 28 cents, 28 on the gear blank, 40/28 ചെയ്യും. ഓക്കെ, 40/28 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ പറ്റും. 1:2 അല്ലെ, 1 × 2/3 എന്നൊക്കെ പറയുന്ന പോലെ ആ രീതിയിലുള്ള ഒരു ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ പറ്റും. സോ ദാറ്റ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്നത്, അതായത് 40/28 എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ആ 1 എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ആണ്. ഓക്കെ, ആ ഹാൻഡിൽ ഉപയോഗിച്ച് 1 കംപ്ലീറ്റ് റൊട്ടേഷൻ ചെയ്യുക. എവിടെയാണോ ഉള്ള പൊസിഷൻ, അതായത് നമ്മളൊരു പൊസിഷൻ സെറ്റ് ചെയ്യും, ആ പൊസിഷനിൽ 1 കംപ്ലീറ്റ് റൊട്ടേഷൻ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എത്രയാണോ വരുന്നത്, ഇപ്പോൾ 2/3 ആണെങ്കിൽ 2/3 ഓഫ് നമ്പർ ഓഫ് ഹോൾസ് ആണ് ഇനി സർക്കിൾ. അപ്പം അതിലുള്ള ഏതെങ്കിലും ഒരു സർക്കിളിൽ 2/3 ഹോൾസ് വരെയുള്ള ഒരു റൊട്ടേഷൻ, അല്ലെങ്കിൽ 2/3 അല്ല, ഇപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 3/4 ആയിരുന്നെങ്കിൽ 3/4 വരെയുള്ള, അതായത് പകുതിയിൽ കൂടുതൽ അല്ലേ ഉള്ള റൊട്ടേഷൻസ്, അത് നോർമലി നമുക്ക് പിൻ ചെയ്ത് കഴിഞ്ഞാലാണ് ആ ഒരു പർട്ടിക്കുലർ ഡിവിഷൻസ് കിട്ടുക. അതിപ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യും, റൈറ്റ്. ദാറ്റ് ഈസ് കോൾഡ് സിമ്പിൾ ഇൻഡെക്സിങ്, ദാറ്റ് യു ഓൾറെഡി നോ. ഓക്കെ, സിമ്പിൾ ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. ഈ ഡയറക്റ്റ് ഇൻഡെക്സിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇവിടെ എന്താ പറയുക, ഇൻഡെക്സിൽ ഷാഫ്റ്റിൻ്റെ മേലെ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഇൻവോൾവ്മെൻറ്റിനാണ് റാപ്പിഡ് ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. സോ നമ്പർ ഓഫ് ഹോൾസ് ടു ബി മൂവ്ഡ് ഈസ് 24/n അല്ലെ, 24 ആണ് ഇതിൻ്റെ നമ്പർ ഓഫ് ഹോൾസ് ഇൻ ഇൻഡെക്സ് പ്ലേറ്റ്. ഓക്കെ, then now let's see compound indexing. Compound. Okay, എന്തിനാണ് കോമ്പൗണ്ട് ഇൻഡെക്സിങ് എന്ന് പറയുന്നത്? ഓക്കെ, കോമ്പൗണ്ട് ഇൻഡെക്സിങ്. അപ്പം നമ്മൾ സിമ്പിൾ ഇൻഡെക്സിങ് യൂസ് ചെയ്യുന്നു. യൂസിങ് ദ സിമ്പിൾ ഇൻഡെക്സിങ് മെത്തേഡ് നമുക്ക് മോസ്റ്റ്ലി ഇൻഡെക്സിങ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, ജോബ്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻഡെക്സിങ് വെച്ച്. ഹൗവർ നമുക്ക് ഒരു പർട്ടിക്കുലർ പോർഷൻസ് ഉണ്ടാവും, നമുക്ക് വീണ്ടും കൂടുതലായിട്ട് ഇൻഡെക്സ് പ്ലേറ്റ്സ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ നമുക്ക് തന്ന കപ്പാസിറ്റി, ഇൻഡെക്സിങ് കപ്പാസിറ്റിക്ക് സഫീഷ്യൻ്റ് അല്ലാണ്ടുള്ള ജോബ്സ് ഉണ്ടാവും. ആ ഒരു സമയത്ത് വി വിൽ യൂസ് compound indexing. So to obtain more complex indexing we will use compound indexing. Okay, so
In order to obtain more complex indexing, this compound indexing is used, so that what we are doing is that first crank is moved and further movement is added or subtracted by rotating the index plate after locking the plate with the plug. ഓക്കെ, ഞാൻ ആ ഫിഗർ വെച്ച് കാണിച്ചു തരാം. ഈ സാധാരണ ഈ ഒരു ഫിഗർ കാണുന്നില്ലേ? ഈ ഒരു ഫിഗറിൽ റൈറ്റ് ഫിഗർ കാണുന്നില്ലേ? കാണാൻ വേണ്ടി ഹലോ ഹലോ കാണാൻ പറ്റുന്നില്ലേ ഫിഗർ? യെസ്. ഈ ഒരു ഇൻഡെക്സ് പ്ലേറ്റ് അല്ലെ, ഈ ഒരു ഫുൾ സെറ്റപ്പാണ് ഞാൻ പറഞ്ഞ. ഓക്കെ, ഈ ഒരു ഫുൾ സെറ്റപ്പിൽ നമുക്ക് കോമ്പൗണ്ട് ഇൻഡെക്സിങ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. സോ യൂഷ്വലി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലെ, ഓൾറെഡി സിമ്പിൾ ഇൻഡെക്സിങ്ങിൽ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻഡെക്സിങ്ങിൽ എന്താ ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞു. കോമ്പൗണ്ട് ഇൻഡെക്സിങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, സോ ദ ഫസ്റ്റ് ക്രാങ്ക് ഈസ് മൂവ്ഡ്. ഓക്കെ, സാധാരണ യൂഷ്വൽ ഫാഷനിൽ നമ്മൾ ക്രാങ്ക് മൂവ് ചെയ്യും. റൈറ്റ്, ക്രാങ്ക് ഈസ് മൂവ്ഡ്. അപ്പോൾ ക്രാങ്ക് എന്ന് പറയുന്നത് ഈ ഹാൻഡിലാണ് അല്ലെ, ക്രാങ്ക് മൂവ്മെന്റ്. ഇൻഡെക്സ് ക്രാങ്ക് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാൻഡിൽ മൂവ്മെന്റ് ആണ്. സോ ദിസ് വിൽ ബി മൂവിങ്. നമുക്ക് എത്ര റൊട്ടേഷൻ, വൺ കംപ്ലീറ്റ് റൊട്ടേഷൻ അങ്ങനെ എന്തെങ്കിലും വേണമല്ല, അത് ചെയ്യും. ഓക്കെ, യൂഷ്വൽ ഇൻ ഫോർവേഡ് ഡയറക്ഷൻ. അപ്പം അടുത്തൊരു ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പാർട്ടൊക്കെ, അപ്പം ഡയറക്റ്റിലും സിമ്പിളിലും ചെയ്യാൻ പറ്റാത്ത കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഡെക്സിങ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. റൈറ്റ്, we are doing complex indexing in compound indexing. So we need to divide it on further അല്ലേ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഒരു സിമ്പിൾ ഇൻഡെക്സിങ്ങിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻഡെക്സിങ്ങിലോ ചെയ്യാൻ പറ്റാത്ത ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, സോ വി നീഡ് എ എക്സ്ട്രാ മൂവ്മെന്റ്. ആ മൂവ്മെന്റ് എവിടെ നിന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡെക്സ് പ്ലേറ്റ് ദിസ് ഇൻഡെക്സ് പ്ലേറ്റ്, അപ്പം ഇത്രയും നേരം നമ്മൾ ഹാൻഡിലാണ് തിരിച്ചുകൊണ്ടിരുന്നത്. ദിസ് ഇൻഡെക്സ് പ്ലേറ്റ്, അതായത് ആദ്യം നമ്മൾ സാധാരണ റൊട്ടേഷനൊക്കെ കഴിഞ്ഞു, ഒരു ക്രാങ്ക് റൊട്ടേഷനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെർദർ മൂവ്മെന്റ് എന്ന രീതിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇൻഡെക്സ് പ്ലേറ്റ് റൊട്ടേറ്റ് ചെയ്യും ആഫ്റ്റർ ലോക്കിംഗ് ദ പ്ലേറ്റ്. നമുക്ക് എവിടെയെങ്കിലും പ്ലേറ്റ് ഓൾറെഡി ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ, അവിടെ നിന്ന് വീണ്ടും നമുക്ക് ഒരു പർട്ടിക്കുലർ, അതായത് ഇത്ര ഹോൾസ് ബാക്കോട്ട് അല്ലെങ്കിൽ ഇത്ര ഹോൾസ് മുന്നോട്ട് ഉണ്ടാവും. ഓക്കെ, അത് നമ്മൾ ചെയ്യും. ഓക്കെ, സോ ഈ രണ്ട് മോഷൻസ് കൂടെ ഒരുമിച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് നോൺ ആസ് കോമ്പൗണ്ട് ഇൻഡെക്സിംഗ്. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് ദ ഇൻഡെക്സിംഗ് ഈസ് ഡൺ, ഓക്കെ, ഇൻഡെക്സിംഗ് ഈസ് ഡൺ ബൈ മൂവിങ് ദ ക്രാങ്ക് അല്ലെ, ക്രാങ്ക് മൂവ്മെന്റ്. നമുക്ക് ഈ ക്രാങ്ക് മൂവ്മെന്റ് ഹോൾസിനെ പറ്റി പറയുന്നത് ഡിഫറെന്റ് നമ്പർ ഓഫ് ഹോൾസ് ഉണ്ടാവും. ദിസ് വൺ ഈസ് 1 2 3 4 5 എന്നുള്ള രീതിയിൽ. സോ സെറ്റ്സ് ഓഫ് ഹോൾസ് അല്ലെ. സോ ഈ ബൈ 5 ഹോൾസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് 5 ഹോൾസ് എടുക്കുന്നു. ദിസ് വൺ ഫ്രം ഹിയർ ടു 5 ഹോൾസ് അല്ലെ, 5 or 6 ഹോൾസ് ഇൻ 20 ഹോൾ സർക്കിൾ. അപ്പോൾ ഒരു 20 ഹോൾ സർക്കിൾ എന്ന് പറയുന്ന സർക്കിൾ ഉണ്ടാവും. ആ സർക്കിളിൽ, അതായത് ഇറ്റ് ഹാപ്പൻസ് ഇത്രയും ഹോൾസിൽ ആ ഇൻഡെക്സ് പ്ലേറ്റ്സിൽ നമുക്ക് കുറെ നമ്പറിങ്സ് ഉണ്ടാവും ഇൻ എ ഹോൾ സർക്കിൾ. ഓക്കെ, ഫ്രം 15 to 49 ഐ തിങ്ക്. ഓക്കെ, ദർ ആർ ഡിഫറെന്റ് നമ്പർ ഓഫ് ഹോൾ സർക്കിൾസ്. സോ ആ ഒരു ഹോൾ സർക്കിളിൽ കൃത്യമായിട്ട് നമ്മൾ ഈ പ്ലഗർ വെച്ച് we will rotate, we will move this total crank. Okay, and then the index plate together with the crank അല്ലെ, ഒരു ഹോളിൽ പ്ലഗ് ചെയ്തതിന് ശേഷം we will minus it whatever we need. ഓക്കെ, ഇത്രാമത്തെ ഹോൾ എന്നുള്ളത്, സോ ദാറ്റ് നമുക്ക് അൺഫോർച്ചുനേറ്റ് ആയി നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഹോൾ നമ്പേഴ്സ് കിട്ടും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുന്നതിനാണ് ശരിക്ക് എന്ത് പറയുന്നത്, വിൽ നോൺ ആസ് കോമ്പൗണ്ട് ഇൻഡെക്സിങ്. സോ അത് നമുക്ക് റിവേഴ്സ് ഡയറക്ഷൻ ചെയ്യാം, അതായത് മൈനസ് ചെയ്യാം. ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ നമുക്ക് കൊണ്ടുവന്നിട്ട് ഇത്ര റൊട്ടേഷൻ, ദെൻ യു വിൽ മൈനസ് ഇറ്റ് ആൻഡ് യു ക്യാൻ ഓൾസോ ആഡ് ഇറ്റ്. ഓക്കെ, ആഡ് ഓർ സബ്സ്ട്രാക്ട്. ദ ഫെർദർ മൂവ്മെന്റ് എന്ന് പറയുന്നത് ആഡിങ് ഓർ സബ്സ്ട്രാക്ടിങ്
by rotating the index plate after locking the plate. Okay, അതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ദിസ് വൺ ഇത് ഓക്കെ അല്ലേ? റൈറ്റ്, കോമ്പൗണ്ട് ഇൻഡെക്സിങ് ഇത് ജസ്റ്റ് തിയറിയാണ്. തിയറിയിൽ ജസ്റ്റ് ഇത് ബാക്കിയുള്ള ഇൻഡെക്സിങ്ങും തമ്മിൽ ഇതെന്താണ് വ്യത്യാസം എന്ന് പറയാൻ പറ്റണം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ദാറ്റ്സ് കറക്റ്റ് ആൻഡ് ക്ലിയർ, റൈറ്റ്? ഹലോ ഹലോ ഹലോ, ഇത് ഓക്കെ അല്ലേ? ഇൻഡെക്സിങ്, കോമ്പൗണ്ട് ഇൻഡെക്സിങ്. Okay, now let's go to differential indexing. Okay, differential indexing. So കോമ്പൗണ്ട് ഇൻഡെക്സിങ്ങും സിമ്പിൾ ഇൻഡെക്സിങ്ങും എല്ലാം നമുക്ക് പ്രാക്ടീസസിലുണ്ട് എങ്കിലും ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് വേ ആയിട്ട്, ഓട്ടോമാറ്റിക് വേ ടു ക്യാരി ഔട്ട് കോമ്പൗണ്ട് ഇൻഡെക്സിങ്ങിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഹൗ യു വിൽ ഡു ദിസ് ഓട്ടോമാറ്റിക് വേ to carrying out this compound indexing എന്നുള്ളതാണ്. Direction of motion of the index planes depend upon the gear train. So ഇത് some gear trains വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. So in differential indexing, the index plate is made free to rotate. Okay, index plate അതായത് ഫ്രീ ടു റൊട്ടേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇൻഡെക്സ് പ്ലേറ്റ് ഇസ് മെയ്ഡ് ഫ്രീ ടു റൊട്ടേറ്റ്. അപ്പോൾ നമ്മൾ വെച്ചാൽ ഒരു ഗിയർ ട്രെയിൻ എന്ന് പറയുന്ന സാധനം പഠിച്ചു തുടങ്ങിയോ മോമിൽ? മെക്കാനിക്സ് ഓഫ് മെഷീനറിയിൽ ഗിയർ ട്രെയിൻ എന്താണെന്ന് അറിയോ? വാട്ട് യു മീൻ ബൈ ഗിയർ ട്രെയിൻ? നമ്മൾ ഓൾറെഡി പഠിച്ചു തുടങ്ങി കാണും, റൈറ്റ്? ഗിയേഴ്സ് പഠിച്ചില്ലേ? ഗിയർ ട്രെയിൻ. ഹലോ, ഗിയേഴ്സും ഗിയർ ട്രെയിൻസ് ഒക്കെ പഠിച്ചില്ലേ? ആരും ഇല്ലേ? ഹലോ, ഗിയേഴ്സും ഗിയർ ട്രെയിൻസ് ഒക്കെ പഠിച്ചില്ലേ? ഓക്കെ, വാട്ടെവർ. ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സോ ഇൻഡെക്സ് പ്ലേറ്റ് ഈസ് മെയ്ഡ് ഫ്രീ ടു റൊട്ടേറ്റ്. ഓക്കെ, സോ നമ്മൾ ഗിയർ ട്രെയിൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ എന്താ പറയുക, ഞാൻ ഈ പറഞ്ഞ ഓട്ടോമാറ്റിക് വേ ക്യാരിങ് ഔട്ട് ഓട്ടോമാറ്റിക് വേ ആയിട്ട് നമ്മൾ കോമ്പൗണ്ട് ഇൻഡെക്സിങ് മെത്തേഡ് ചെയ്യുന്നത്. So that this index plate is made free to rotate. A gear is connected to the back end of the driving head spindle എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കൊരു ഡ്രൈവിംഗ് ഹെഡ് സ്പിൻഡിൽ ഉണ്ടാവും. So we will connect a gear to the back end of this driving head spindle. Okay, and another gear on the spindle, while another gear is mounted on the shaft where the gear shaft mounted now, and this is connected. Okay, so സംഭവം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ when the index crank is rotated, the motion is communicated to the workpiece spindle. Okay, directly to the workpiece spindle, so that since the workpiece spindle is connected to the index plate through intermediate gearing, index plate will also start rotating. അങ്ങനെയാണ് നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നത്? ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ് എന്ന് പറയുന്ന സാധനം വർക്ക് ചെയ്യുന്നത്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഒന്നുകൂടി വേണേൽ പറയാം, നമ്മുടെ കോമ്പൗണ്ട് ഇൻഡെക്സിങ് മെത്തേഡ് എന്ന് പറയുന്നത് ആൻ ഓട്ടോമാറ്റിക് വേ ടു ക്യാരി ഔട്ട് ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് വേ ടു ക്യാരി ഔട്ട് കോമ്പൗണ്ട് ഇൻഡെക്സിങ് മെത്തേഡാണ്. We know that in compound indexing method, this first movement was the crank movement. Like as usual, in a usual fashion, crank is moved in a forward direction, and after that
particular movement, a further movement is added or subtracted, right, by rotating this index plate. അല്ലെ, ഇൻഡെക്സ് പ്ലേറ്റ് വെച്ച് റൊട്ടേറ്റ് ചെയ്ത് ഇൻഡെക്സ് പ്ലേറ്റ് ലോക്ക് ചെയ്തതിന് ശേഷം, പ്ലഗർ വെച്ച് ലോക്ക് ചെയ്തതിന് ശേഷം വി വിൽ വിൽ മൂവ്, ആഡ് ഓർ സബ്സ്ട്രാക്ട് ദിസ് ഇൻഡെക്സ് പ്ലേറ്റ് റൊട്ടേഷൻ, റൈറ്റ്. അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞത്. സോ ഇൻ എ കൺവീനിയൻറ്റ് വേ നമ്മളിത് ഓട്ടോമാറ്റിക് ആയിട്ട് മാറ്റുന്നു. സോ ദ ഓട്ടോമാറ്റിക് വേ ടു ക്യാരി ഔട്ട് ദിസ് കോമ്പൗണ്ട് ഇൻഡെക്സിംഗ് മെത്തേഡിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത്. റൈറ്റ്, ഓട്ടോമാറ്റിക് വേ ആയതുകൊണ്ട് തന്നെ ദ ഇൻഡെക്സിംഗ് പ്ലേറ്റ് ഈസ് മെയ്ഡ് ഫ്രീ ടു റൊട്ടേറ്റ്. ആൻഡ് നമ്മൾ ടോട്ടൽ ചെയ്യുന്നത് ഒരു ഗിയർ ട്രെയിൻസ് വെച്ചിട്ടാണ്, റൈറ്റ്. സോ ഗിയർ ട്രെയിൻസ് വെച്ചിട്ട് direction of motion of the index plates depend upon the gear train. So there are gears connected, അല്ലെ. അപ്പോൾ ഒരു ഗിയർ ബാക്ക് എൻഡ് ഓഫ് ദ ഡ്രൈവിംഗ് ഹെഡ് സ്പിൻഡിലിന് കണക്ട് ചെയ്യും. ഓക്കെ, അതായത് വർക്കിംഗ് സ്പിൻഡിൽ. വേറൊരു ഗിയർ ഡയറക്ട്ലി is mounted on the shaft and is connected to the shaft through the index plate through bevel gears. Okay, bevel gears വെച്ചിട്ട് ഈ ഷാഫ്റ്റ് ഇൻഡെക്സ് പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്തതായിരിക്കും. സോ what happens is that when the crank, index crank എന്ന് പറയുന്ന സാധനം, അതായത് നമ്മുടെ ഈ ഹാൻഡിൽ അല്ലെ, നിങ്ങളുടെ കയ്യിലുള്ള ആ ഹാൻഡ്, സോ ദിസ് ഇൻഡെക്സ് ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, the crank is rotated, then motion is communicated to the work piece spindle directly. ഓക്കെ, വർക്ക് പീസ് സ്പിൻഡിലുമായിട്ട് നമുക്ക് മോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതായത് ഇൻഡെക്സ് ക്രാങ്ക് കറങ്ങുന്നു, സോ ദാറ്റ് വർക്ക് പീസ് സ്പിൻഡിൽ റൊട്ടേറ്റ്സ്. ഓക്കെ, സിൻസ് ദ വർക്ക് പീസ് സ്പിൻഡിൽ ഈസ് കണക്റ്റഡ് ടു ദിസ് ഇൻഡെക്സ് പ്ലേറ്റ്, അല്ലെ, ഇൻഡെക്സ് പ്ലേറ്റിൽ ഈ വർക്ക് പീസ് സ്പിൻഡിൽ എന്ന് പറയുന്നത് ഇൻഡെക്സ് പ്ലേറ്റുമായിട്ട് എന്ത് വെച്ച് കണക്ട് ചെയ്യുന്നു? ഇന്റർമീഡിയറ്റ് ഗിയറിങ്സ്. ഇന്റർമീഡിയറ്റ് ഗിയറിങ്സ് ആണ് നമ്മൾ ബിവൽ ഗിയേഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്, അല്ലെ. അതായത് ദിസ് ഇസ് കോൾഡ് ആസ് ഗിയർ ട്രെയിൻസ്, അല്ലെ. കുറെ ഗിയേഴ്സ് നമ്മൾ കണക്ട് ചെയ്ത് ഒരു തരത്തിൽ കണക്ട് ചെയ്യുന്നു. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗിയർ ട്രെയിൻസ്, അല്ലെ, റൈറ്റ്. ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യുന്നത് കൊണ്ട് ദിസ് as workpiece spindle rotates, then this index plate is also start rotating, right? Right? Yes, sir. Yes, okay. സോ നമ്മൾ ചൂസ് ചെയ്യുന്ന ഇൻഡെക്സിങ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടുന്നതിനേക്കാളും കുറവാണെങ്കിൽ ദിസ് ഇൻഡെക്സ് പ്ലേറ്റ് നമ്മൾ ക്രാങ്കിന്റെ സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ഓക്കെ, ടു ആഡ് അഡീഷണൽ മൂവ്മെന്റ്. നമുക്ക് വേണ്ടുന്ന ഇൻഡെക്സിങ് ഇസ് ഓൾറെഡി മോർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ദിസ് പ്ലാന്റ് ഷുഡ് റൊട്ടേറ്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ എത്രയാണോ നമുക്ക് എഡീഷനിൽ വന്നത് അത് കുറക്കാൻ വേണ്ടി നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. സോ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ഓഫ് ദിസ് ഇൻഡെക്സ് പ്ലേറ്റ് ഡിപ്പെൻഡ് ഓൺ ദ ഗിയർ ട്രെയിൻ. ഓക്കെ, എന്ത് ഗിയർ ട്രെയിൻ ആണോ നമ്മൾ ചെയ്തത് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് മൂവ്മെന്റ് വരുന്നത്. സോ ഐ തിങ്ക് ദിസ് ഇസ് പ്രിറ്റി മച്ച് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്സ്? ഇല്ല, ഓക്കെ അല്ലേ? ഇതിൽ ജസ്റ്റ് നിങ്ങൾ അറിയേണ്ട കാര്യം, നിങ്ങൾക്ക് ഇൻഡെക്സിങ് എന്താണെന്ന് അറിയണം, ഹൗ ഇൻഡെക്സിങ് ഈസ് ഡൺ എന്ന് അറിയണം, എന്ത് ഉപയോഗിച്ചാണ് നമ്മൾ ഇൻഡെക്സിങ് ചെയ്യുന്നതെന്ന് അറിയണം. ഓക്കെ, സോ ഡിവൈസസ് ആർ ഇൻഡെക്സിങ് ഹെഡ്, ഹൗ എ യൂണിവേഴ്സൽ ഹെഡ് ഇൻഡെക്സിങ് ഹെഡ് ലുക്സ് ലൈക്ക്, അതിലെ പാർട്സ്. So by using this universal indexing head, you can do indexings. So there are different types of indexings: plain indexing, simple indexing, direct indexing, likewise compound indexing and differential indexing. You have to know what are the difference and how it is done. That's it. Okay. അപ്പം ഇതിൽ ഇൻഡെക്സിങ്ങിൽ മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ്ങും plain indexing or simple indexing and differential indexing. Most commonly in your university question papers you can see these questions. Okay, differential indexing endana, simple indexing endana, difference endana, right? So differential indexing the last ഒരു ചെറിയൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഞാൻ ഈ പറഞ്ഞത് തന്നെ, ഇൻഡെക്സിംഗ് പ്ലേറ്റ് must be revolved either forward or backward part of a turn while the index crank to be proper spacing, അല്ലേ? അതിനാണ് ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത്, റൈറ്റ്? നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ് മാത്രം ഒന്നുകൂടി പറയാം. ജസ്റ്റ് എനിക്ക് അറിയില്ല അത്രത്തോളം നിങ്ങൾക്ക് ഇത് സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത്.
ഓക്കെ. ഡിഫറെൻറ്റ് വേ ഓഫ് എന്താ പറയുക, നിങ്ങൾക്ക് എത്ര കൺവീനിയൻ്റ് ആയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ് ഐ നീഡ് റെസ്പോൺസ് ഫ്രം യു. ഓക്കെ, റെസ്പോൺസ് ചെയ്യുക. ഇൻഡെക്സ് പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ ഈ പേര് പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇൻഡെക്സ് പ്ലേറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ മനസ്സ് ഇൻഡെക്സ് പ്ലേറ്റിലോട്ട് പോകുന്നുണ്ടല്ലോ, ദ ഹോൾസ്, ദ പ്ലേറ്റ് വിത്ത് ഡിഫറെൻറ്റ് ഹോൾസ്. ഈ ഡിഫറെൻറ്റ് ഹോൾസ് എന്ന് പറയുന്നത് റാൻഡം ആയിട്ടല്ല, അത് ഓൾറെഡി സ്റ്റാൻഡേർഡ് ആണ്. ഇൻഡെക്സ് പ്ലേറ്റിൽ ഹോൾസ് ഒക്കെ സ്റ്റാൻഡേർഡ് ആണ്. ദർ ആർ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ഹോൾസസ്. ഓക്കെ, ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ഹോൾസസ് ഡിഫറെൻറ്റ് സ്പേസിങ്സിൽ അല്ലേ കറക്റ്റായിട്ടുള്ള ഒരു ഇൻഡെക്സ് പ്ലേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, we have an index plate, we have an index crank. That particular setup I have shown you, right? അത് വെച്ചാണെങ്കിൽ നമുക്ക് കോമ്പൗണ്ട് ഇൻഡെക്സിങ് ചെയ്യാൻ ആസ് യൂഷ്വൽ യു നോ ദാറ്റ് നമ്മുടെ സാധാരണ ക്രാങ്ക് മൂവ്മെന്റ് തന്നെ സിമിലർ ഫാഷനിൽ നമുക്ക് ഫോർവേഡ് മൂവ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്പിൻഡിൽ മൂവ് ചെയ്യും. പക്ഷേ യു സി നമ്മളൊരു സർക്കിള് ഒരു 4 സ്പ്ലിറ്റ് ചെയ്യുന്നു, 5 സ്പ്ലിറ്റ് ചെയ്യുന്നു ഒക്കെ നോർമലി നമുക്ക് സിമ്പിൾ ഇൻഡെക്സിങ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. കോമ്പൗണ്ട് ഇൻഡെക്സിങ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ അറ്റ് ലാസ്റ്റ് വാട്ട് വി ആർ ഡൂയിങ് ഈസ് ജസ്റ്റ് ഡിവൈഡിങ് ഇറ്റ് ഇൻ ഈക്വൽ പാർട്സ്, റൈറ്റ്? ഈ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ അതായത് ഒരു പെർട്ടിക്കുലർ സിംഗിൾ പാർട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് സിംഗിൾ പാർട്ട് ആൻഡ് ഈച്ച് സിംഗിൾ പാർട്ട് ഷുഡ് ബി ഓഫ് സെയിം, റൈറ്റ്? ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ ഈക്വൽ ഡിവിഷൻ എന്ന് പറയുന്നത് ഈ എത്രത്തോളം ഈക്വൽ ഡിവിഷൻ ചെയ്യണോ അതിന്റെ കോംപ്ലക്സിറ്റി കൂടിക്കൂടി വരുന്നത്. സോ ദിസ് കോമ്പൗണ്ട് ഇൻഡെക്സിങ് ഈസ് യൂസ്ഡ് അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിന്റെ റൊട്ടേഷൻസ് അനുസരിച്ചിട്ടാണ്, ഇൻഡെക്സ് ക്രാങ്ക് റൊട്ടേഷൻ. സോ നമ്മൾ ഇവിടെ ഒരു ഇൻഡെക്സ് കറക്കുന്ന സമയത്ത് അല്ലെ, ഇൻ പ്ലെയിൻ ഇൻഡെക്സിങ് വാട്ട് വി ഹാവ് സേഡ് ഈസ് ദാറ്റ് വൺ സിമ്പിൾ അല്ലെ ഒരു ഒറ്റ ക്രാങ്കിന്റെ റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേം വീലിന്റെ ഒരു സിംഗിൾ ടീത്തിന്റെ റൊട്ടേഷനാണ്. സോ കീപ്പ് ഇൻ ദാറ്റ് മൈൻഡ്, നിങ്ങളൊന്നും ചിന്തിക്കുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സ് കട്ട് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ഡിവിഷൻസ് കട്ട് ചെയ്യുന്ന സമയത്ത് കോംപ്ലക്സിറ്റി കൂടുന്ന സമയത്ത് വി കാൺ ഗെറ്റ് ഇറ്റ് ഡയറക്ട്ലി, റൈറ്റ്? അതുകൊണ്ടാണ് കോമ്പൗണ്ട് ഇൻഡെക്സിങ്ങിന്റെ ഒരു മെത്തേഡ് വരുന്നത്. അതായത് ആദ്യം നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്യും. സോ അപ്പോൾ നമുക്കൊരു ഇത്ര എമൗണ്ട് ആണ് നമുക്ക് കട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പം സെറ്റ് ഓക്കെ 5. അപ്പം 5 റൊട്ടേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് വന്നു. നമുക്ക് ഒരു റൊട്ടേഷൻ ഫുൾ റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഹോളിൽ നമ്മൾ പിന്ന് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് കുറയ്ക്കാനോ കൂട്ടാനോ ഉണ്ടാവും. സോ either we have to subtract to attain the particular division അല്ലെങ്കിൽ പർട്ടിക്കുലർ അല്ലെ ആ പാർട്ട് പർട്ടിക്കുലർ ആയിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യാനോ ആഡ് ചെയ്യാനോ ഉണ്ടാവും. ആ ആഡിങ് ചെയ്യുന്നത് ഇൻഡെക്സ് ക്രാങ്കിന്റെ മൂവ്മെന്റ് വെച്ചിട്ട് അല്ല, ഇൻഡെക്സ് പ്ലേറ്റിന്റെ മൂവ്മെന്റ് വെച്ചിട്ടാണ്. സോ ഇത് ഓട്ടോമാറ്റിക് വേയിൽ ചെയ്യുന്നതാണ് ഡിഫറൻഷ്യൽ ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദാറ്റ്സ് ഇറ്റ്. സോ ഇൻ ഡിഫറൻഷ്യൽ ഇൻഡെക്സിംഗ് how this is done is through a setup of gears, through gear trains. Okay, we have an index plate which made free to rotate. Then we have a gear connected to the back end of the driving spindle. സ്പിൻഡിലിന് ഒരു ഗിയർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് another gear is mounted on the shaft which is connected through index plate through bevel gears. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻഡെക്സ് ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് വർക്ക് പീസ് സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യും, ദെൻ ഇൻഡെക്സ് പ്ലേറ്റ് വിൽ റൊട്ടേറ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പം അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇൻഡെക്സ് പ്ലേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഡെക്സിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പർട്ടിക്കുലർ റിക്വയർഡ് എമൗണ്ട് ഓഫ് ഇൻഡെക്സിങ്ങിനേക്കാളും കുറവാണ് എന്നുണ്ടെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു ഈസ് വി ഹാവ് ടു ആഡ്, റൈറ്റ്? നമുക്ക് റിക്വയർഡ് എമൗണ്ടിനേക്കാളും കുറവാണ് കിട്ടിയതെങ്കിൽ വി ഹാവ് ടു ആഡ് സം എമൗണ്ട്. ആ എമൗണ്ട് ആഡ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് വി വിൽ റൊട്ടേറ്റ് ഇൻ എ സെയിം ഡയറക്ഷൻ ആസ് ക്രാങ്ക് അല്ലെ. ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ സെയിം ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് ക്രാങ്ക് പ്ലേറ്റ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആഡിങ് കിട്ടുക. മൈനസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, so change of rotation is affected by ideal gear or gears in the gear train. So change ratio എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, a minus
n into 40 by a എന്നുള്ള രീതിയിലാണ് ചെയ്യാം. a is the approximate number of divisions, n is the required number of divisions. ഓക്കെ, നമുക്ക് approximate number of divisions ഉണ്ട്, required number of divisions ഉണ്ട്. സോ അതിനനുസരിച്ചിട്ട് ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്, റൈറ്റ്? സോ ഇത്രയുമാണ് നിങ്ങളുടെ ഫോർത്ത് മൊഡ്യൂളിലുള്ളത്. ദിസ് ഇസ് ദ ഫൈനൽ പാർട്ട്, ഇൻഡെക്സിങ്, ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ്. ഓക്കെ, ഈ ഫോർത്ത് മൊഡ്യൂളിൽ വാട്ട് വി ഹാവ് ഡൺ, അല്ലെ, എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് ഒന്ന് ജസ്റ്റ് പറയുകയാണെങ്കിൽ, വി ഹാവ് സ്റ്റഡീഡ് മില്ലിംഗ് മെഷീൻസ്, പാർട്സ് ഓഫ് എ മില്ലിംഗ് മെഷീൻസ്, ടൈപ്സ്, milling mechanism, cutting forces in milling, right? ഇനി ഒരു മില്ലിംഗ് മെഷീൻസിൽ എന്തൊക്കെ അഡീഷണൽ അറ്റാച്ച്മെന്റ്സ്, അല്ലെ, ലൈക്ക് വെർട്ടിക്കൽ അറ്റാച്ച്മെന്റ്, ഹൊറിസോണ്ടൽ, അല്ലെ, ആ ഒരു രീതിയിൽ പല അറ്റാച്ച്മെന്റ്സ് പഠിച്ചു. Then work holding devices, how we will hold works in a milling machine, tool holding devices in a milling machine. And then we have studied types of milling cutters. അതായത് നമ്മുടെ ടൂൾസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, അല്ലേ, പല ടൈപ്സ് ഓഫ് മില്ലിംഗ് കട്ടേഴ്സ് ഉണ്ട്. ദെൻ കട്ടേഴ്സിനനുസരിച്ചിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് പെർഫോമിങ് ഇൻ മില്ലിംഗ് മെഷീൻസ് ഉണ്ട്. ദെൻ വി ഹാവ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് വേറെ. ദെൻ വി ഹാവ് 2 മെത്തേഡ്സ്, അല്ലെ, 3 മെത്തേഡ്സ് ഓഫ് milling machines. Methods of milling machines were up milling, down milling, and phase milling operations. Okay, there are also operations different, up milling, down milling, and phase milling, right? So ഈ up milling, down milling, phase milling എന്ന് പറയുന്നത് രീതി, അല്ലെ. പിന്നെ milling cutter materials, different milling cutter materials, and at last one have says indexing, അല്ലെ, simple, compound, and differential indexing. Okay, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫോർത്ത് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡു യു ഹാവ് എനി ഡൗട്ട്സ് ഇൻ ദിസ് സെഷൻ, സോ ദാറ്റ് വി ക്യാൻ സ്റ്റാർട്ട് ഫിഫ്ത്ത് മോഡ്യൂൾ ഇൻ അതർ സെഷൻസ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാവുന്നതാണ്. ഇല്ല, ഓൾ ക്ലിയർ, അല്ലേ, പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, യു ഹാവ്, എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, പഠിക്കുന്ന സമയത്ത് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പാർട്സിൻ്റെ നെയിംസ് ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല. ലൈക്ക് ഇൻഡെക്സിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മില്ലിംഗ് മെഷീൻ്റെ പാർട്സ് ആയിക്കോട്ടെ, എവിടെ ഏത് കട്ടർ എന്തിനാണ്, അതുകൂടി ഒന്ന് എല്ലാവരും നോട്ട് ചെയ്യുക. ഓപ്പറേഷൻസിൽ ദർ ആർ ഡിഫറെൻറ്റ് മില്ലിംഗ് ഓപ്പറേഷൻസ്, റൈറ്റ്? ഡിഫറെൻറ്റ് മില്ലിംഗ് കട്ടേഴ്സും ഉണ്ട്. ഏത് കട്ടർ ഉപയോഗിച്ചിട്ടാണ് ഏത് ഓപ്പറേഷനാണ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാം. ഒരു ബേസിക് ആയിട്ടൊരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, റൈറ്റ്? ബേസിക് ആയിട്ടൊരു ഐഡിയ ഉണ്ടാവണം. അപ്പം നമ്മൾ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷനിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഓൾസോ വൺ ഓഫ് ദ തിങ് ഈസ് ദാറ്റ് പ്ലെയിൻ മില്ലിംഗ് കട്ടർ, ഏതൊരു മില്ലിംഗ് കട്ടർ എടുത്തു കഴിഞ്ഞാൽ, പ്ലെയിൻ മില്ലിംഗ് കട്ടർ എടുത്തു കഴിഞ്ഞാൽ പ്ലെയിൻ മില്ലിംഗ് കട്ടറിൻ്റെ നോമൻക്ലേച്ചർ മസ്റ്റായിട്ട് എല്ലാവരും വരച്ച് പഠിക്കണം. ഓക്കെ, കട്ടേഴ്സ് വരച്ച് പഠിക്കണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കട്ടേഴ്സിൻ്റെ സ്കിമാറ്റിക് ഡയഗ്രാംസ് ഉണ്ടാകും, അതെന്തായാലും വരച്ച് പഠിക്കണം. ഓക്കെ, നിങ്ങൾക്ക് കട്ടേഴ്സ് ചോദിക്കും, 100% ചോദിക്കും, ഏതെങ്കിലുമൊക്കെ കട്ടേഴ്സായിട്ട് ചോദിക്കും, റൈറ്റ്? സംടൈംസ് ദേ വിൽ ആസ്ക് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സൈഡ് മില്ലിംഗ് കട്ടർ ആൻഡ് എൻഡ് മില്ലിംഗ് കട്ടർ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ പ്ലെയിൻ മില്ലിംഗ് കട്ടർ ആൻഡ് സൈഡ് മില്ലിംഗ് കട്ടർ. അപ്പോൾ ആ ഒരു രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 3D ഫിഗേഴ്സ് ഒന്നും വരയ്ക്കേണ്ട, ഒരു പെർട്ടിക്കുലർ സാധാരണ ഒരു സ്കിമാറ്റിക് ഡയഗ്രാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിലും പിന്നെ എൻ്റെ നോട്ട്സിലൊക്കെ അവൈലബിൾ ആണ്, അത് മാത്രം വരച്ചാൽ മതി. ഓക്കെ, ദെൻ നോമൻക്ലേച്ചർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ദ പ്രിൻസിപ്പൽ പാർട്സ് നോമൻക്ലേറ്റ് ചെയ്യുക, ദെൻ ആംഗിൾസ് നോമൻക്ലേറ്റ് ചെയ്യുക. ആംഗിൾസ് നോമൻക്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് എവറി വൺ വിൽ ഫോർഗെറ്റ് ദിസ് റേക്ക് ആംഗിൾ ഒന്നും മറക്കാൻ പാടില്ല. ഓക്കെ, primary clearance, secondary clearance, and this relief angle everyone will do. അത് ആരും വിട്ടുപോകില്ല. ഈവൻ ലിപ്പ് ആംഗിൾ വിട്ടുപോകില്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം ഒരൊറ്റ കട്ടിങ് എഡ്ജിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ബട്ട് റേക്ക് ആംഗിൾ, റേഡിയൽ റേക്ക് ആംഗിൾ എന്ന് പറയുന്നത് മാർക്ക് ചെയ്യുന്ന വിധം വേറെ ആയതുകൊണ്ട് യു വിൽ ഫോർഗെറ്റ് ഇറ്റ്, ഷുഡ് നോട്ട് ഡു ദാറ്റ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഫോർത്ത് മോഡ്യൂളിൽ ശ്രദ്ധിക്കാനുള്ളത്. ദെൻ അപ്പ് മില്ലിംഗ്, ഡൗൺ മില്ലിംഗ് ആൻഡ് ഫേസ് മില്ലിംഗ്, അതിൻ്റെ ഫിഗേഴ്സ് നല്ല വൃത്തിക്ക് വരച്ച് പഠിക്കുക, റൈറ്റ്?
മില്ലിംഗ് ഓപ്പറേഷൻസ്, ഡിഫറെൻറ്റ് മില്ലിംഗ് ഓപ്പറേഷൻസ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് പഠിക്കാം. ഓക്കെ ഓക്കെ. അപ്പം വി വിൽ സ്റ്റാർട്ട് വിത്ത് ഫിഫ്ത്ത് മോഡ്യൂൾ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഞാൻ അറ്റൻഡൻസ് എടുക്കാം.